പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. അധ്യാത്മരാമായണം പാരായണ പ്രഭാഷണങ്ങളിലെ ഒരു അധ്യായം കൂടി ഇതാരംഭിക്കുന്നു. രാവണനെ വധിച്ചതിന് ശേഷം സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒന്നാണ് വിഭീഷണ രാജ്യാഭിഷേകം. വിഭീഷണനെ രാമൻ ലങ്കയുടെ അധിപനായി അഭിഷേകം ചെയ്യുന്നു. തുടർന്ന് സീതയെ ദർശിക്കുന്നു. സീതയെ കൊണ്ട് തിരിച്ച് അയോധ്യയിലേക്ക് പോരുന്നു. ഈ ഭാഗങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്ന്. ലക്ഷ്മണനോടരുൾ ചെയ്തു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പൊക്ക് ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ട് കപിവരന്മാരോടും ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാതി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ച് ഘോഷിച്ച് വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയുമുള്ളന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നും കിരീടാദ്യലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായോരു വിഭീഷണനായിക്കൊണ്ട് രാജനിവാസികൾ കാഴ്ചയും വച്ചിതു വാച്ച കൗതൂഹലം പൂണ്ട് വിഭീഷണൻ വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്ഥയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ ആദരാൽ. നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്നു ചിൽപുരുഷൻ പ്രസാദിച്ചരുളീടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്ത് സന്തുഷ്ടനായ അരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. ത്വത്സഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്ന് ലങ്കാപുരം പൊക്കറിയിക്കണം തന്നുങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങെന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ട് പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവിടിനാൻ. യുദ്ധം ഭവതിയോടൊക്കെ പറകന്നു ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തതറിഞ്ഞാലും സന്തോഷമത്രയുണ്ടായതു സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതു ജാനകിദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൻ. ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ, എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്ത് എത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ. നേരത്തതിന് യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ.
വാതാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായി അരുൾ ചെയ്താൻ. വിരയേ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക, ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ച് ദിവ്യാംബരാഭരണാനുലേപ്യാദ്യലങ്കാരമണിയിച്ച് ശില്പമായോരു ശിബികമേലാരോപ്യമൽപുരാഭാഗേ വരുത്തുക സത്വരം. ശില്പമായോരു ശിബികമേലാരോപ്യമൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ച് തണ്ടിലടിപ്പിച്ചുകൊണ്ടു ചെല്ലും നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടിങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തത് നിന്നോടിതെന്തടോ? ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും. പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം. സീതയുടെ അഗ്നിപ്രവേശമാണ് അടുത്ത്. പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചിതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ. സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിനാ ദൃശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവയെ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കൽ അന്നേരം. വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാനന്ദം അന്നേരം പ്രേമമുൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിന. സർവലോകത്തിനും കർത്താഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിടുവോർ, നിന്നുടെ നാമസ്മരണയുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാൻ അവനിന്നു നിന്നാൽ ഇനി പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ. ദേവകളിദ്ധം പുകഴ്ത്തും ദശാന്തരേ, ദേവൻ വിരിഞ്ചനും
വന്ദിച്ചു വാഴ്ത്തിന ഹരേ രാമ. രാവണനെ നിഗ്രഹിച്ച് വിഭീഷണന്റെ രാജ്യാഭിഷേകം ചെയ്തു. വിഭീഷണൻ രാമനെ വിളിക്കുന്ന സംബോധന ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ എന്നാണ്. രാവണനെ കൊന്ന രാമനെ വിളിക്കാൻ ഏറ്റവും പറ്റിയ പേര് ചണ്ഡാംശുഗോത്രോദ്ഭവനാണ്. മധ്യാഹ്ന സൂര്യനാണ് ആ സമയത്ത് രാമൻ. അതാണ് എഴുത്തച്ഛൻ്റെ പദപ്രയോഗ ചാരുത, യുക്തി, ഔചിത്യം. രാമനെ ബാലാർക്കശോഭകരായ നമോ നമ എന്നല്ല വിളിക്കുന്നത്. രാവണനെ പോലെ 10 തലയുടെ ബുദ്ധിയും 20 കൈയുടെ പ്രവർത്തനക്ഷമതയുമുള്ള ഒരാളെ വധിച്ച രാമനെ പറ്റി പറയുമ്പോൾ ചണ്ഡാംശ ഗോത്രോദ്ഭവൻ തന്നെയാണ്. അങ്ങനെയുള്ള രാമനെ വന്ദിച്ച വിഭീഷണന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞ് അഭിഷേകം ചെയ്യിക്കുന്നു. അഭിഷേകം ചെയ്തതിന് ശേഷം ഹനുമാനെ തന്നെ വിളിച്ച് നിയോഗിക്കുകയാണ്. സീതയെ കണ്ട് നീ പറയണം, രാവണ നിഗ്രഹം കഴിഞ്ഞു, ഞാൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ആനന്ദവും ദുഃഖവുമൊക്കെ അനുഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഹൃദയം നിലച്ചു പോകാൻ വരെ സാധ്യതയുള്ള സന്ദർഭമാണത്. അതിയായ സന്തോഷവും അതിയായ ദുഃഖവും മരണം വരെ സംഭവിപ്പിക്കാമല്ലോ. അതുകൊണ്ട് തയ്യാറെടുപ്പിക്കുക. രാമൻ്റെ മനഃശാസ്ത്ര ചാരുതയാണത്. ഹനുമാനോട് പറഞ്ഞിട്ട് രാവണ നിഗ്രഹം കഴിഞ്ഞു, അദ്ദേഹം ഉടനെ വരും, അങ്ങ് തയ്യാറായിരിക്കണം, അവിടുന്ന് തയ്യാറായിരിക്കണം എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. എന്നിട്ട് വിഭീഷണനെ വിളിച്ച് രാമൻ പറയുന്നു, സീതയെ കുളിപ്പിച്ച്, വൃദ്ധനാരികളായിട്ടുള്ള ആളുകളെ കുളിപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് മനോഹരിയാക്കി പല്ലക്കിലെടുത്ത് കൊണ്ടുവരണം എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. സീതയെ അങ്ങനെ തന്നെ ചെയ്യുന്നു. എൻ്റെ ഭർത്താവിനെ ഇനിയും എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല, എൻ്റെ എല്ലാ തരം നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സീത വ്യഗ്രത കൊള്ളുമ്പോൾ ഹനുമാൻ പറയുന്നുണ്ട്, അദ്ദേഹം ഉടനെ വരും, ദേവിയെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കും എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമനെ സീത കാണുന്നു. കണ്ണീരിനാൽ രാമൻ്റെ രൂപം വ്യക്തമാകുന്നില്ല. വീണ്ടും 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 കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വർഷങ്ങളായുള്ള വേർപാട് കരഞ്ഞു തീർക്കുന്നത് പോലെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സന്തോഷവും ദുഃഖവും കലർന്ന കണ്ണീരിങ്ങനെ മധുരവും ഉപ്പും കലർന്നെന്ന പോലെ ഒഴുകുന്നു. കണ്ണീര് തുടച്ച് സീത രാമൻ്റെ നീല മനോഹര വിഗ്രഹം കണ്ട് വന്ദിക്കുന്നു. ആ സന്ദർഭം സത്യത്തിൽ സീത രാമനെ ശരിയാം വണ്ണം കണ്ടതുപോലെ നമ്മളേവരും രാവണ നിഗ്രഹകനായ രാമനെ, എല്ലാത്തരം ദുഷ്ചെയ്തികളെയും എല്ലാത്തരം ദുർവികാരങ്ങളെയും ഹനിച്ചു നിൽക്കുന്ന പുരുഷസൂക്ത സ്വരൂപനായ സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന പുരുഷസൂക്തത്തിലെ വിരാട് പുരുഷനെ പറ്റി പറയുന്നത് പോലെ രാമൻ്റെ വിശുദ്ധ സുന്ദരമായ വിഗ്രഹം, കാലങ്ങളായി താൻ കൊതിക്കുന്ന വിഗ്രഹം രൂപം കണ്ട് സീത വന്ദിക്കുകയും അഗാധമായ സന്തോഷത്തോടു കൂടി നമിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭമാണത്. നമ്മുടെ ഉള്ളിലെ രാവണത്വത്തെ ഹനിച്ചു നിൽക്കുന്ന രാമനെ നമ്മളും ഇതുപോലെ തന്നെ അഗാധമായ ഭക്തിയോടെ, നിറഞ്ഞ സ്നേഹത്തോടെ, ആർദ്രമായ സന്തോഷത്തോടെ, നിർവ്യാജമായ തെളിഞ്ഞ ഭക്തിയോടെ നമസ്കരിക്കുന്ന സന്ദർഭം കൂടിയാണല്ലോ ഇത് എന്നോർത്തുകൊണ്ടാണ്, എന്ന് പറഞ്ഞുകൊണ്ടും കൂടിയാണ് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാമൻ്റെ രാജ്യാഭിഷേകവും തുടർന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ അതിൻ്റെ ഫലശ്രുതിയിൽ ആണ് എത്തുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന പരമകാരുണികനായ ശ്രീരാമചന്ദ്രനെ ഓർത്തുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.